വിശുദ്ധ നാട് 14 ഭാഗം. ഡോമിനസ് ഫ്ലെവിറ്റ് ദേവാലയം. ജെറൂസലേം, ജെറൂസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു. ലൂക്ക 13 അധ്യായം 34 വാക്യം. ഒലിവുമലയുടെ പടിഞ്ഞാറ് ചെരുവിൽ ഒഴുകിയെത്തിയ കണ്ണുനീർത്തുള്ളി പോലെ ഒരു കൊച്ചു ദേവാലയം, ഡോമിനസ് ഫ്ലെവിറ്റ്. ആ ദേവാലയത്തിന്റെ ചിത്രം യേശു ജെറൂസലേമിന്റെ ഭാവിയെ ഓർത്ത് കരയുന്ന ബൈബിളിലെ സംഭവത്തെ വീണ്ടും ഓർമ്മയിലേക്ക് കൊണ്ടുവരുന്നു. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 അധ്യായം 41 മുതൽ 44 വരെ വാക്യം പറയും പോലെ, യേശുവിന്റെ ജെറൂസലം പ്രവേശന സമയത്ത് യാത്രാമധ്യേ യേശു ഇവിടെ എത്തിയപ്പോൾ ജെറൂസലേമിനെ നോക്കി വിലപിച്ചുകൊണ്ട് പറഞ്ഞു, സമാധാനത്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ. എന്നാൽ അവ ഇപ്പോൾ നിന്റെ ദൃഷ്ടിയിൽ നിന്ന് മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ശത്രുക്കൾ നിനക്ക് ചുറ്റും പാളയമടിച്ചു നിന്നെ വളയുകയും എല്ലാ ഭാഗത്തു നിന്നും നിന്നെ ഞെരുക്കുകയും ചെയ്യുന്ന ദിവസങ്ങൾ വരും. നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ലു ശേഷിക്കാതിരിക്കുകയും ചെയ്യും. എന്തെന്നാൽ നിന്റെ സന്ദർശന ദിനം നീ അറിഞ്ഞില്ല. യേശു ജെറൂസലേമിനെ ഓർത്ത് കരയുന്ന മറ്റൊരു രംഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉള്ളത് പഴയ നിയമത്തിൽ വിലാപങ്ങൾ 2:11 മുതൽ 18 വരെ വാക്യങ്ങളിലാണ്. കരഞ്ഞു കരഞ്ഞ് എന്റെ കണ്ണുകൾ ക്ഷയിച്ചു, എന്റെ ആത്മാവ് അസ്വസ്ഥമാണ്, എന്റെ ഹൃദയം ഉരുകിപ്പോയി. എന്തെന്നാൽ എന്റെ ജനത്തിന്റെ പുത്രി നശിച്ചു, ശിശുക്കളും കുട്ടികളും നഗരവീഥികളിൽ മയങ്ങി വീഴുന്നു. മുറിവേറ്റവരെ പോലെ നഗരവീഥികളിൽ തളർന്നു വീഴുമ്പോൾ, മാതാപിതാക്കളുടെ മടിയിൽ വച്ച് ജീവൻ വാർന്നു പോകുമ്പോൾ അവർ തങ്ങളുടെ അമ്മമാരോട് കരഞ്ഞുകൊണ്ട് അപ്പവും വീഞ്ഞും എവിടെയെന്ന് ചോദിക്കുന്നു. ജെറൂസലേം പുത്രി, നിനക്ക് വേണ്ടി ഞാൻ എന്തു പറയും? നിന്നെ ഞാൻ എന്തിനോട് ഉപമിക്കും? കന്യകയായ സിയോൻ പുത്രി, നിന്നെ ആശ്വസിപ്പിക്കാൻ ഞാൻ നിന്നെ എന്തിനോട് താരതമ്യപ്പെടുത്തും? നിന്റെ നാശം സമുദ്രം പോലെ വിശാലമാണ്, ആർക്ക് നിന്നെ പുനരുദ്ധീകരിക്കാനാകും? നിന്റെ പ്രവാചകന്മാർ നിനക്ക് വേണ്ടി കണ്ടത് വഞ്ചനാത്മകമായ വ്യാജദർശനങ്ങളാണ്. നിന്റെ ഐശ്വര്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടി നിന്റെ അകൃത്യങ്ങൾ അവർ മറനീക്കി കാണിച്ചില്ല. അവരുടെ ദർശനങ്ങൾ മിഥ്യയും വഞ്ചനാത്മകവുമായിരുന്നു. കടന്നുപോകുന്നവരെല്ലാം നിന്നെ നോക്കി കൈകൊട്ടുന്നു. അവർ ജെറൂസലേം പുത്രിയെ നോക്കി ചൂളമടിക്കുകയും തലയാട്ടുകയും ചെയ്യുന്നു. സൗന്ദര്യത്തികവെന്നും ഭൂമി മുഴുവന്റെയും ആനന്ദമെന്നും വിളിക്കപ്പെട്ട നഗരമാണോ ഇത് എന്ന് അവർ ചോദിക്കുന്നു. ഇങ്ങനെ പോകുന്നു വിശുദ്ധ ഗ്രന്ഥം പഴയ നിയമത്തിൽ ജെറൂസലേമിനെ കുറിച്ചുള്ള ആ വിലാപം. അന്ന് ജെറൂസലേമിനെ നോക്കി യേശു നിന്നെയും നിന്റെ മക്കളെയും നശിപ്പിക്കുകയും നിന്നിൽ കല്ലിന്മേൽ കല്ല് ശേഷിക്കാതിരിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞതിന് 40 വർഷങ്ങൾക്ക് ശേഷം AD 70 യേശുവിന്റെ വചനം അന്വർത്ഥമായി. ജെറൂസലേമിനെ വളഞ്ഞ റോമൻ സൈന്യം ജെറൂസലം ദേവാലയം ചുട്ടെരിക്കുകയും നഗരത്തെ നിലംപരിശാക്കുകയും ചെയ്തു. ഡോമിനസ് ഫ്ലെവിറ്റ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥം കർത്താവ് കരഞ്ഞു എന്നാണ്. ദേവാലയത്തിന്റെ അൾത്താരയുടെ താഴെ ബലിപീഠത്തിന്റെ മുഖമായി ചിത്രീകരിച്ചിരിക്കുന്ന മൊസൈക്കിൽ തീർത്ത ചിത്രത്തിൽ ഒരു കോഴി അതിന്റെ കുഞ്ഞുങ്ങളെ ചിറകിന് കീഴിൽ അണച്ചു നിർത്തിയിരിക്കുന്ന രംഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 13 അധ്യായം 34 പറയുന്ന യേശുവിന്റെ വാക്കുകൾ വീണ്ടും ഓർമ്മയിലേക്ക് എത്തിക്കുന്നു. ജെറൂസലേം, ജെറൂസലേം, പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുത്തേക്ക് അയക്കപ്പെടുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർത്ത് നിർത്തുന്നത് പോലെ നിന്റെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിന് ഞാൻ എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു. പഴയ ജെറൂസലം മതിലുകൾക്ക് എതിർവശത്തായി ഒലിവുമലയിലാണ് റോമൻ കത്തോലിക്ക ദേവാലയമായ ഡോമിനസ് ഫ്ലെവിറ്റ് സ്ഥിതി ചെയ്യുന്നത്. 5-ാം നൂറ്റാണ്ടിലാണ് ഇവിടെ ആദ്യമായി ബൈസന്റൈൻ കാലഘട്ടത്തിലെ ഒരു മൊണാസ്ട്രിയും ഒരു ചാപ്പലും നിർമ്മിക്കുന്നത്. എന്നാൽ പേർഷ്യൻ യുദ്ധത്തിലും അറേബ്യൻ യുദ്ധത്തിലും ഇവ രണ്ടും തകർക്കപ്പെട്ടു. പിന്നീട് നടന്ന കുരിശുയുദ്ധ കാലത്ത്
തകർക്കപ്പെട്ടവയുടെ അവശിഷ്ടങ്ങൾക്ക് മുകളിൽ ഒരു കൊച്ചു ചാപ്പൽ വീണ്ടും ഇവിടെ നിർമ്മിക്കുന്നത്. ജെറൂസലേമിലെ മിക്ക ദേവാലയങ്ങളെയും പോലെ കിഴക്ക് അഭിമുഖമായിട്ടാണ് ഇപ്പോഴുള്ള ഈ ദേവാലയം തകർന്ന ബൈസന്റൈൻ കാലഘട്ടത്തിലെ ദേവാലയത്തിന്റെ അടിത്തറയിൽ നിർമ്മിച്ചിരിക്കുന്നത്. കുരിശുയുദ്ധ കാലഘട്ടത്തിലാണ് വിശ്വാസികൾ ഈ സ്ഥലത്തെ അനുസ്മരിക്കാൻ തുടങ്ങിയത്. 1187 ജെറൂസലേമിന്റെ പതനത്തിനു ശേഷം ദേവാലയം തകർന്നു. 16-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ തുർക്കികൾ നിർമ്മിച്ച ദേവാലയത്തിൽ ഒരു മോസ്ക് അല്ലെങ്കിൽ മദ്രസ നിലവിലുണ്ടായിരുന്നു. ഈ സ്ഥലം വിജയാഹ്ലാദം എന്നർത്ഥം വരുന്ന അൽ മൻസൂറിയ എന്നും സന്യാസാശ്രമം എന്നർത്ഥം വരുന്ന അൽ ഖൽവെ എന്നും അറിയപ്പെട്ടിരുന്നു. ഫ്രാൻസിസ്കൻ സന്യാസ സഭയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്ന ദേവാലയ അവശിഷ്ടങ്ങൾ നിലനിന്നിരുന്ന ഈ സ്ഥലം സ്വന്തമാക്കാൻ അന്ന് കഴിഞ്ഞില്ല. അതിനാൽ 1891 അവർ സമീപത്ത് ഒരു ചെറിയ സ്ഥലം വാങ്ങി അവിടെ ഒരു ചെറിയ ചാപ്പൽ നിർമ്മിച്ചു. 1913 ഒരു ചെറിയ സ്വകാര്യ വീട് ഫ്രാൻസിസ്കൻ ചാപ്പലിന് മുന്നിൽ മിസ് മെലോൺ എന്നറിയപ്പെട്ടിരുന്ന സ്ത്രീ നിർമ്മിച്ചു. ഈ വീട് ഒടുവിൽ സിസ്റ്റേഴ്സ് ഓഫ് സെയിന്റ് ജോസഫ് സന്യാസിനിമാർക്ക് കൈമാറുകയുണ്ടായി. ഒടുവിൽ അവർ അത് ഒരു പോർച്ചുഗീസ് സ്ത്രീക്ക് വിൽക്കുകയും ചെയ്തു. 1940 ബെനഡിക്റ്റൻ സിസ്റ്റേഴ്സ് സ്വത്തിന്റെ ഒരു ഭാഗം ഫ്രാൻസിസ്കൻ സന്യാസ സഭയ്ക്ക് വിറ്റു. ഒരു വിഭജനം ഉണ്ടാക്കുന്നതിനായി പഴയ അതിർത്തി മതിൽ ഈ സമയം നീക്കം ചെയ്തു. 1953 ഫ്രാൻസിസ്കൻ സഭ മറ്റൊരു മതിൽ കൂടി നിർമ്മിക്കാൻ തുടങ്ങി. അതിന്റെ അടിത്തറ കുഴിക്കുന്നതിനിടയിൽ തൊഴിലാളികൾ പുരാതന ശവകുടീരങ്ങൾ കണ്ടെത്തി. ഫാദർ ബെല്ലാർമിനോ ബഗാട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ഖനനത്തിൽ പിൽക്കാലത്തെ വെങ്കലയുഗത്തിൽ നിന്നുമുള്ള ഒരു കനാനൈറ്റ് ശവകുടീരവും BC 136 മുതൽ AD 300 വരെ ഉപയോഗിച്ചു പോന്ന ഒരു നെക്രോപോളിസും അവിടെ കണ്ടെത്തുകയുണ്ടായി. വ്യത്യസ്ത ശവകുടീരങ്ങൾ ശൈലിയിൽ നെക്രോപോളിസിനെ 2 വ്യത്യസ്ത കാലഘട്ടങ്ങളിലായി വ്യാപിപ്പിച്ചു. ആദ്യത്തെ 2-ാം ജെറൂസലം ദേവാലയ കാലഘട്ടത്തിലെ ശവകുടീരങ്ങൾ കോക്ക് ശൈലിയിലായിരുന്നു ഉണ്ടായിരുന്നത്. ബൈസന്റൈൻ കാലഘട്ടം AD 3-4 നൂറ്റാണ്ടുകളിൽ ആർക്കോസോളിയത്തോടു കൂടിയ ശവകുടീരങ്ങൾ ചേർന്നതാണ്. 5-ാം നൂറ്റാണ്ടിൽ നിന്നുള്ള ബൈസന്റൈൻ ആശ്രമവും ഇതോടൊപ്പം കണ്ടെത്തുകയുണ്ടായി. ഈ ആശ്രമത്തിൽ നിന്നുമുള്ള മൊസൈക്കുകൾ ഇപ്പോഴും ഇവിടെ കാണാം. കൂടാതെ യഹൂദർ ആദിമകാലത്ത് ഉപയോഗിച്ചിരുന്ന ഷിക്കൽ എന്ന വെള്ളി നാണയത്തിന്റെ വലിയ ശേഖരങ്ങളും ഈ ഗുഹകളിൽ നിന്നും കണ്ടെത്തുകയുണ്ടായി. AD 66-70 കാലഘട്ടത്തിൽ റോമൻ സൈന്യത്തിനെതിരെ നടന്ന മഹത്തായ ചെറുത്തുനിൽപ്പിനിടയിൽ അച്ചടിച്ചതാകാം ഇവയെന്നാണ് കരുതപ്പെടുന്നത്. ഡോമിനസ് ഫ്ലൈവിറ്റ് ദേവാലയത്തിന്റെ കണ്ണുനീർ രൂപം ജെറൂസലേമിനെ കുറിച്ചുള്ള യേശുവിന്റെ ദുഃഖത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ദേവാലയത്തിലെ ബലിപീഠത്തിന് പിന്നിൽ ജനാലയിലൂടെ നോക്കുമ്പോൾ യേശു അന്ന് നഗരത്തെ നോക്കിക്കണ്ട ആ രംഗം സങ്കല്പിക്കാൻ എളുപ്പമാക്കുന്നു. അന്ന് ജെറൂസലം മതിലിനു പിന്നിൽ പ്രൗഢിയോടെ ജെറൂസലം ദേവാലയം നിന്നു. വെളുത്തു തിളങ്ങുന്ന മാർബിൾ, സ്വർണ്ണ നിറങ്ങൾ, കൂറ്റൻ വെങ്കലവാതിലുകൾ, കൊളോണേഡ് പോർട്ടിക്കോകൾ എന്നിവയുടെ തിളക്കമാർന്ന കാഴ്ച. അതിനുമപ്പുറം ഗ്രാൻഡ് ഹാസ്മോണിയൻ കൊട്ടാരം ഉയർന്നു നിൽക്കുന്നു. തുടർന്ന് പ്രിട്ടോറിയം, ഹെറോദിന്റെ അപ്പർ പാലസ് എന്നിവയും അതിന്റെ 3 വലിയ ഗോപുരങ്ങളും. തെരുവുകളിലും വീടുകളിലും ജെറൂസലേമിലെ പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്നു. വിശുദ്ധ നഗരത്തിന് സംഭവിക്കാനിരിക്കുന്ന നാശത്തെക്കുറിച്ച് അവർക്കറിയില്ല. ഇറ്റാലിയൻ വാസ്തുശില്പിയായ ആന്റോണിയോ ബെർലൂസി ഡോമിനസ് ഫ്ലൈവിറ്റ് ദേവാലയത്തെ കണ്ണുനീരിന്റെ ആകൃതിയിൽ രൂപകൽപ്പന ചെയ്തുകൊണ്ട് ജെറൂസലം നഗരത്തിനുമേൽ യേശുവിന്റെ ദുഃഖത്തെ പ്രതീകപ്പെടുത്തി. അതിന്റെ താഴികക്കുടത്തിന്റെ 4 കോണുകളിൽ ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുള്ളിയെ ചിത്രീകരിച്ചു.